കിബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ വിടാതെ പിന്തുടരുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്. ചോദ്യം ചെയ്യൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടഞ്ഞിരുന്നു. ആ വിധിക്കെതിരെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാനാണ് ഇഡിയുടെ പുതിയ നീക്കം. സോളിസിറ്റർ ജനറലിൽ നിന്നും നിയമോപദേശം തേടും ഇഡി എന്നറിയുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, അവിടെ പത്തനംതിട്ടയിൽ അങ്ങനെ വലിയൊരു സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ഞാൻ ഈയിടെ പത്തനംതിട്ട പോയിരുന്നു. അപ്പോൾ വളരെ അവിടുത്തെ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഒക്കെ ആൾക്കാരൊക്കെ കടുത്ത പോരാട്ടത്തിലാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഇ ഡി പിടിയും. പറയൂ വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോമസ് ഐസക്കിനെ വിടുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം നേരത്തെ പലതവണ, ഏതാണ്ട് ഒരു 8 തവണ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല. പിന്നീട് കോടതിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു ഇളവ് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് ചില ഗൗരവമേറിയ സംഗതികൾ ഇതിലുണ്ട്, അതിൽ തോമസ് ഐസക്ക് വിശദീകരണം നൽകണം, അത് തെരഞ്ഞെടുപ്പിന് ശേഷം ആകാം എന്ന് കോടതി പറഞ്ഞു. അതിൽ പിടിച്ചാണ് ഇപ്പോൾ ഇ ഡിയുടെ പോക്ക്. തൽക്കാലം ഡിവിഷൻ ബെഞ്ചിലേക്ക് നീങ്ങാൻ അവരൊരു ആലോചന നടത്തുന്നുണ്ട്. ഈ അപ്പീൽ നൽകുക എന്നുള്ളതാണ്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകി തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് നൽകി വിളിച്ചു വരുത്താനാണ് അവരുടെ നീക്കം. സോളിസിറ്റർ ജനറലിനോട് നിയമോപദേശം തേടാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. നിയമോപദേശം അനുകൂലമായാൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് തീരുമാനം. നിലവിലിപ്പോൾ മധ്യവേനൽ അവധി തുടങ്ങും. അവധിക്കാല ഡിവിഷൻ ബെഞ്ചിലേക്ക് പെറ്റീഷൻ മൂവ് ചെയ്യാൻ സാധിക്കും എന്നവർ കരുതുന്നു. ഇല്ലെങ്കിൽ മാത്രം സുപ്രീം കോടതിയിലേക്ക് പോകാം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അനുകൂലമാകുമോ പ്രതികൂലമാകുമോ നിയമോപദേശം എന്നറിയില്ല. എന്തായാലും തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായാലും ഇഡിക്കൂട്ടിൽ കേട്ടുക എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം, തീരുമാനം. ശ്രീകാന്ത്.